കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ 3 പേരുടെ സംസ്കാരം ഇന്ന്. പത്തനംതിട്ട മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഷിബു വർഗീസിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വീട്ടിലെത്തിച്ചു. തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് 15 മലയാളികൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ടെന്ന് മന്ത്രി കെ രാജൻ. ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 25 ഇന്ത്യക്കാരാണ് വിവിധ ഹോസ്പിറ്റലുകളിലായി അതിവേഗം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 പേർ മലയാളികളാണ്. അവിടെയുള്ള 5 ആശുപത്രികളിലായിട്ടാണ് ഈ 15 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുകയും എംബസി മുഖാന്തരവും നോർക്ക റൂട്ട്സ് പ്രകാരവും അവിടെ സ്ഥാപിക്കപ്പെട്ട കൺട്രോൾ റൂമും മലയാളി അസോസിയേഷനുകളും യുണൈറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ നേതൃത്വം നൽകാൻ നോർക്കയ്ക്കും ഗവൺമെൻറ്റിനും സാധ്യമാകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതത് സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് എബിൻ ജോസും പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാറും ചേരുന്നുണ്ട്. എബിൻ ജോസിലേക്കാണ് ആദ്യം. എബിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീഹരിയുടെ വീട്ടിലാണ്. ഇത്തിത്താനം സ്വദേശിയായ ശ്രീഹരിയുടെ മൃതദേഹം 9 മണിയോടെ ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. അണമുറിയാത്ത ഒരു ജനപ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് ആളുകൾ എത്തുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവരുടെയും നൊമ്പരമായി ശ്രീഹരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീഹരിക്ക് വേദനയോടെയാണ് ഇവരെല്ലാവരും വിട നൽകുന്നത്. ശ്രീഹരിയുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ, മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ഈ വീട്ടിലേക്ക് എത്തി ഒരു നോക്ക് തൻ്റെ സുഹൃത്തിനെ കാണുന്ന കാഴ്ചയാണ് കാണുന്നത്. രാവിലെ ഷിബുവിൻ്റെ വീട്ടിൽ പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ആ ഷിബുവിൻ്റെ വീട്ടിലേക്കും ധാരാളം ആളുകൾ എത്തുന്നു. കാരണം എല്ലാവർക്കും ഇത് വലിയൊരു വേദനയാണ്. ശ്രീഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീഹരി ഏതാനും ദിവസങ്ങളായുള്ളൂ കുവൈറ്റിലെത്തിയിട്ട്. അതിനുശേഷമാണ് ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. ഈ ആളുകളെ എല്ലാം വേദനിപ്പിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ആ രീതിയിലാണ് ആളുകൾ എത്തുന്നത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ 2 മണിയോടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഷിബുവിൻ്റെയും അതുപോലെ തന്നെ ശ്രീഹരിയുടെയും സംസ്കാര ചടങ്ങുകൾ 2 മണിക്ക് ശേഷമാണ് നടക്കുന്നത്. ഷിബുവിൻ്റെ പായിപ്പാടുള്ള പള്ളി സിബിസ്തേരിയിലും ശ്രീഹരിയുടേത് വീട്ടുവളപ്പിലുമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള പ്രമുഖരായ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പൊതുദർശനം തുടരുകയാണ്. നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നത്. ഉന്മേഷ്, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് തോമസ് സി ഉമ്മന്റെ മൃതശരീരം മേപ്രാലിലെ വീട്ടിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവന്നത്. സമൂഹത്തിലെ നാനാതുറകളിലുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് രാവിലെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നാലും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുന്നത്. നിലവിൽ ഒരു വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് വരാനിരിക്കുകയായിരുന്നു തോമസ് സി ഉമ്മൻ. അതിനിടയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നതും ആകസ്മികമായി അവിടെ വെച്ച് മരിക്കുന്നതും. എന്തായാലും ആ വീട്ടിൽ ഇന്നലെ രാവിലെ പണി പൂർത്തിയാക്കാത്ത, ഗൃഹപ്രവേശനം നടത്താത്ത ആ വീട്ടിൽ രാവിലെയോടുകൂടി ഇന്നലെ വൈകിട്ടോടുകൂടി ആ മൃതദേഹം എത്തിച്ചിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കെ ജി എബ്രഹാമിന്റെ പത്നി ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഈ ചെയർമാൻ കെ ജി എബ്രഹാം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ജനാവലി തന്നെയാണ് ഈ മേഖലയിൽ തോമസ് സി ഉമ്മനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.